5 ദിവസം എല്ലാം നമ്മളെല്ലാരും ഒരു കുടുംബം പോലെ നല്ല ഒരു കസാക്കിസ്ഥാനെ ആഘോഷിച്ച് ഇത്ര നിങ്ങളുടെ കമ്പനിയാണ് ഈ യാത്രയുടെ ഒരു രസം. അത് ഇത് തന്നെ എക്സ്പീരിയൻസ്, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. മഞ്ഞ്, മഴ, വെയില് എല്ലാം ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. നെക്സ്റ്റ് ട്രിപ്പിന് ഉടനെ തന്നെ വിളിക്കുന്നു, നിർത്തുന്നു. മൊത്തം ഫാമിലിയും എല്ലാവരും ഒരുമിച്ച് വന്നുകൊണ്ട് നല്ല ട്രിപ്പായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കിഡ്സ് ഒക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. ട്രിപ്പ് വളരെ നല്ല ട്രിപ്പായിരുന്നു. ചില പ്രത്യേക എന്താ പറയാ ക്ലൈമറ്റ് ഇഷ്യൂ കൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ഏരിയാസ് കവർ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ കുട്ടികൾ വളരെ നന്നായി എൻജോയ് ചെയ്തു. ഞങ്ങളുടെ ഈ ട്രിപ്പ് വളരെ വിജയകരമായിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. ഒരു 5 ദിവസം എല്ലാവരും നന്നായി എൻജോയ് ചെയ്തു. അതെ, എൻജോയ് ചെയ്തു എല്ലാവരും. മഴ കൊണ്ടു, മഞ്ഞ് കൊണ്ടു, മലകൾ കയറി. എപ്പിക് ആൻഡ് കയോട്ടിക് ഒരേ. ഹലോ, എന്താണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ കസാക്കിസ്ഥാൻ്റെ ലാസ്റ്റത്തെ കുറച്ച് മണിക്കൂറിലെ വിശേഷങ്ങളാണ് നമ്മളിവിടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് അവിടുന്ന് നേരെ നമ്മൾ വീണ്ടും ഈ പിക്കിലോട്ട് എത്തി. ഇവിടെ വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ പള്ളിയിൽ നമ്മൾക്ക് അന്ന് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഉൾഭാഗത്തേക്കൊന്നും കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളന്ന് വിചാരിച്ചു ഇവിടെ ഒന്നുകൂടി വന്ന് ഇവിടെ ഒന്നുകൂടി എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ എല്ലാവരും വന്ന് തീറ്റയൊക്കെ മേടിച്ചു. നമ്മൾ പ്രാവിനെ തീറ്റിട്ട് കൊടുത്തു തുടങ്ങി. പിന്നെ നമ്മൾ ഫോട്ടോ എടുത്തു തുടങ്ങി. അപ്പോൾ ഇതാണ് നമ്മുടെ പള്ളി. ഈ പള്ളീനെ കുറിച്ചിട്ട് ഇനി കുറച്ച് കഥകൾ കേൾക്കാം. 1904 ആന്ദ്രേ പൗലോവിച്ച് സെൻകോവ് രൂപകൽപ്പന ചെയ്ത ഒരു കത്തീഡ്രലാണിത്. 1906 സെപ്റ്റംബർ 14 മുഴുവനായും തടികൊണ്ട് നിർമ്മിച്ചതാണ്. മെക്സിക്കോയിലെയും കെയ്വിയിലെയും കലാപരമായ ശില്പികളാണ് ഈ കത്തീഡ്രലിന്റെ ആന്തരിക ഘടന നിർമ്മിച്ചത്. 1911 ഭൂകമ്പത്തിൽ കത്തീഡ്രൽ അതിജീവിച്ചു. റഷ്യൻ വിപ്ലവത്തിന് ശേഷം കസാക്ക് യൂണിറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കിന്റെ സെൻട്രൽ സ്റ്റേറ്റ് മ്യൂസിയം സ്ഥാപിക്കാൻ കത്തീഡ്രൽ ഉപയോഗിച്ചിട്ടുണ്ട്. 1930 മുതൽ 1940 വരെ പ്രധാനപ്പെട്ട പൊതുസംഘടനകൾക്കും ഇത് ഉപയോഗിക്കാനായി കൊടുത്തിട്ടുണ്ട്. കത്തീഡ്രലിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ 1973 ആരംഭിച്ച് 1976 വരെ നീണ്ടുനിന്നിട്ടുണ്ട്. 1995 മെയ് മാസത്തിൽ കത്തീഡ്രലിന്റെ നിയന്ത്രണം റഷ്യൻ ഓർത്തഡോക്സ് ചർച്ചിനെ തിരികെ നൽകുകയും ചെയ്തു. അധിക പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം 1997 മതപരമായ സേവനങ്ങൾക്കായി വീണ്ടും തുറന്നു കൊടുക്കുകയും ചെയ്തു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ തടിപ്പള്ളിയാണിത്. 2017 ജൂലൈ മുതൽ കത്തീഡ്രൽ വലിയ തോതിലുള്ള പുനർനിർമ്മാണത്തിന് വിധേയമായി. അത് 2020 ഒക്ടോബർ 28 അവസാനിച്ചത്. ആണികളില്ലാതെയാണ് ഇത് പണിതത്. അത് ദൈവികമായ ഇടപെടൽ മൂലമാണെന്ന് ചില ബിഷപ്പുമാർ വിശ്വസിക്കുന്നുണ്ട്. യേശുവിൻ്റെ കുരിശുമരണത്തിന് അവർ നൽകിയ സംഭാവനകൾ കാരണമാണ്. അങ്ങനെയുള്ള കുറച്ച് ചരിത്രങ്ങളൊക്കെ ഈ പള്ളിക്കുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പള്ളിയുടെ അകത്ത് കയറി. അപ്പോൾ ഇവിടെ പ്രാർത്ഥനകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ സ്ത്രീകൾ പ്രത്യേകമായിട്ട് നമ്മൾ തലയിൽ ഷോൾ ധരിക്കണം. അത് ഇനി ഷോൾ ഇല്ലാതെ വന്നവർക്കായിട്ട് അവിടെ സെപ്പറേറ്റ് കുറച്ച് ഷോളുകൾ അവിടെ അവർ കൊളുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ധരിച്ചിട്ട് വേണം ഉള്ളിലോട്ട് കയറാൻ. അപ്പോൾ പ്രെയറും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ പറയുക, ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഫുള്ള് സ്വർണ്ണ തിളക്കമാണുള്ളത്. അത്രയും മനോഹരമായിട്ട് അവർ അത് ചെയ്തിട്ടുണ്ട്. തൂണിലും തുരുമ്പിലും എന്ന് പറയുന്ന പോലെ എല്ലാ സ്ഥലത്തും കുറേ കുത്തുപണികളും അതുപോലെ പുണ്യാളന്മാരുടെയും ഒക്കെ ചിത്രങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ മെഴുകുതിരിയൊക്കെ കത്തിച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരാൻ നോക്കുകയാണ്. എല്ലാ സ്ഥലത്തും എന്താ പറയുക, എല്ലാ ചുവരിലും എന്തെങ്കിലും ഒരു പിക്ചർ അവിടെ ഉണ്ടായിരിക്കും. അങ്ങനെ കാണാൻ തന്നെ അതിമനോഹരമാണ് ഈ പള്ളി. എന്തായാലും കസാക്കിസ്ഥാനിൽ വരുന്നവർ ഇവിടെ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസാണ്. അപ്പോൾ ഇവിടെ കയറാണ്ട് പോകരുത്, മറക്കരുത്. അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി അവിടെ പ്രാർത്ഥിച്ചു. അങ്ങനെ ഇറങ്ങി അവിടെ നിന്ന് ഇനി നമ്മൾ നേരെ പോകുന്നത് ഇവിടുത്തെ ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റിലോട്ടാണ് കേട്ടോ പോയത്. കാരണം നമ്മൾ ഗ്രീൻ ബസാറിൽ പോയെങ്കിലും നമ്മളത്ര കാര്യമായിട്ട് അവിടെ നിന്നൊന്നും ആരും പർച്ചേസ് ചെയ്യാത്തത് കൊണ്ട് കുറച്ച് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടുത്തെ തൊട്ടടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലോട്ടാണ് കേട്ടോ കയറിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇതിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ്.
ആർക്ക് ചന്ദ്രൻ ക്യാൻഡി അങ്ങനെ ക്യാൻഡി തപ്പിയിട്ടുള്ള നടത്താണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഈ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അബുദാബിയിൽ കാണുന്ന പോലത്തെ ഒരു സൂപ്പർ മാർക്കറ്റ് തന്നെയാണ്. വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ ഇവരുടേതായ കുറച്ച് സാധനങ്ങളും കൂടിയും ഇതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുന്നു മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ നമ്മുടെ അവിടെയൊക്കെ കാണുന്ന കുറേ സാധനങ്ങളൊക്കെ തന്നെയാണ് നമ്മളിവിടെ കണ്ടിട്ടുള്ളത്. അങ്ങനെ നമ്മളിങ്ങനെ ക്യാൻഡി തപ്പി ഇതാ അവസാനം ഇതാ കണ്ടുപിടിച്ചു. എന്ത് ക്യാൻഡി ആണ് ഇവിടുന്ന് ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ലോക്കൽ ക്യാൻഡി ലോക്കൽ. അപ്പോൾ ഇതാണ് കേട്ടോ വിശാലമായ ക്യാൻഡീസ് ഇരിക്കുന്ന ഏരിയ. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത കണ്ടത് നമ്മൾ ഇത്രയും നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ നമുക്ക് ഇവിടുന്ന് എടുത്ത് പറ്റില്ല. പിന്നെ അതുപോലെ ഈ ക്യാൻഡി എത്രയാണോ എടുത്തത് അതിൻ്റെ എമൗണ്ട് നമ്മൾ തന്നെ ബില്ലടിക്കുന്ന പോലെ അടിക്കണം കേട്ടോ. അനുപേട്ട അതിൻ്റെയൊക്കെ വില ഞങ്ങൾക്ക് അടിച്ചേണ്ടി വരും. അങ്ങനെ നമ്മൾ അവിടുന്ന് ആവശ്യാനുസരണം എല്ലാവരും പറക്കെടുത്തത് അനുപേട്ട അവിടെ ഇരുന്ന് വില അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളും അങ്ങനെ വിലയൊക്കെ അടിച്ച് പിന്നെ ഫൈനലായിട്ട് നമുക്ക് അവർ ബില്ല് അവർ അടിച്ചു തരും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി. എല്ലാവരുടെ കയ്യിലും കുറേ സഞ്ചികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആർക്കും ഇപ്പോൾ കണക്ക് എത്രയാണെന്ന് ഒരു ഐഡിയ ഇല്ലാത്ത പോലെയാണ് എല്ലാവരും നടക്കുന്നത്. കാരണം ദിറംസിലാക്കും, പിന്നെ കുറേ രൂപയിലേക്കാക്കും, ഒക്കെ കൂടി ഒരു കൺഫ്യൂഷനായിട്ടിരിക്കാം. എന്തൊക്കെ പറഞ്ഞാലും അവസാനം നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചു. നമ്മളിതാ കാറ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വീണ്ടും നമ്മൾ കാറിൽ കയറി നമ്മുടെ ഹോട്ടലിലോട്ടുള്ള യാത്രയാണ്. ഇനി നമുക്കധികം സമയമില്ല. ഇനി നമുക്ക് എയർപോർട്ടിലോട്ട് പോകണം. അങ്ങനെ അൽമാറ്റിയിൽ ഇനി നമ്മൾ അധികം നേരം ഇല്ല, മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. എല്ലാവരുടെയും വെക്കേഷൻ ട്രിപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മുടെ ബസ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലോട്ട് കയറ്റുകയാണ് സാധനങ്ങളൊക്കെ കേട്ടോ. അങ്ങനെ നമ്മളിതാ അൽമാട്ടി എയർപോർട്ടിലേക്ക് യാത്ര തിരിച്ചു വിട്ടോ. അപ്പോൾ പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് കാണുന്നത്. ഗ്രൂപ്പിൽ ഏറ്റവും പ്രായം കൂടിയ മൂത്തുപോയ നിലയ്ക്ക് നമ്മൾ അനീഷ് പറയും യാത്രയെ താങ്കൾ ഈ യാത്രയെ കുറിച്ച് താങ്കൾ ഇതിനെങ്ങനെ വിലയിരുത്തി കാണുന്നത്? എല്ലാ കോർഡിനേഷനും ഭംഗിയാക്കിയതും എല്ലാം ഷെഡ്യൂളായി കറക്റ്റ് ആക്കിയതും നമ്മൾ ശ്രീരാമാണ്. ശ്രീരാമിന് വേണ്ടിയിട്ടുള്ള എല്ലാ എന്റെയും എന്റെ കുടുംബത്തിന്റെയും വക എല്ലാ നന്ദിയും രേഖപ്പെടുത്തുന്നു. താങ്കൾ ഈ യാത്രയെ കുറിച്ച് എങ്ങനെ, താങ്കളുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഈ യാത്രയെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് എക്സ്പീരിയൻസ്. മഴ കൊണ്ടും മഞ്ഞ് കൊണ്ടും മലകൾ കയറി
താണ്ഡവങ്ങൾ എല്ലാം നടത്തി. So you are happy. ഭക്ഷണങ്ങൾ So this is one of the successful trip in our life. സക്സസ് എന്ന് മാത്രമല്ല, ദിസ് ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ട്രിപ്പ് ഇൻ അവർ ലൈഫ്. ഓക്കെ, അപ്പോ അനീഷിന് പറയാനുള്ളത് മല കയറിയും മഞ്ഞ് കയറിയും. അടുത്തത് അനൂപ്. ഹായ്, ഫസ്റ്റ് ശ്രീരാമിനാണ് താങ്ക്സ് പറയുന്നത്. ശ്രീരാമും ഫാമിലിക്കും, ശ്രീരാമിന്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലിക്കും എൻ്റെ വക, എൻ്റെ ഫാമിലിയുടെ വകയും ബിഗ് താങ്ക്സ്. ശ്രീരാം അങ്ങനെയൊന്നും ഇല്ല, അതേടക്ക് ഇത് തന്നെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. മഞ്ഞ്, മഴ, വെയില് എല്ലാം ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. You want to say something? Once again, thank you, Sriram, and very big family. We enjoyed. Very well. Hi Sriram, how is your experience? 5 ദിവസം എല്ലാം നമ്മളെല്ലാവരും ഒരു കുടുംബം പോലെ നല്ല ഒരു കസാക്കിസ്ഥാനെ ആഘോഷിച്ച് ഇത്ര നിങ്ങളുടെ കമ്പനിയാണ് ഈ യാത്രയുടെ ഒരു രസം. അത് ആ രസം അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കമ്പനി നമ്മൾ എൻജോയ് ചെയ്യണോണ്ടാണ് നമ്മൾ ഈ യാത്ര ഇങ്ങനെ കമ്പനിയോടെ പോണേലോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ വെറുതെ അതിൽ ടൈം ഇട്ടു എന്ന് മാത്രം, വേറെ ഒന്നുമില്ല. താങ്ക് യു. യാത്ര ഒരു സ്ഥലത്തും ഒരു ഡിലേ പോലും ഇല്ലാതെ പ്രോപ്പർ കോർഡിനേഷനിൽ അടുത്തതിന് ശ്രീരാമിന് പ്രത്യേകം നന്ദി. പിന്നെ മൊത്തം ഫാമിലിയും എല്ലാവരും ഒരുമിച്ച് വന്നുകൊണ്ട് നല്ല ട്രിപ്പായിരുന്നു. അത് ഒരു കാര്യം കൂടി ഉണ്ട്, ഇനി അടുത്ത ട്രിപ്പ് എന്നാന്നും കൂടി ശ്രീരാമനോട്. ശ്രീരാമ ഈ ട്രിപ്പ് ഇപ്പഴല്ല, ശ്രീരാമ ഒരു 3 കൊല്ലായി. ശ്രീരാമ ഓരോ വെക്കേഷനിലും ശ്രീരാമ ഷെഡ്യൂൾ ചെയ്യും. അപ്പോ ഓരോരോ കാരണങ്ങൾ കൊണ്ട് നിനക്കും പറയാം. ഇവരെ മിക്കുന്ന എയർപോർട്ട് കളഞ്ഞിട്ട് പോകും. അപ്പൊ അടുത്തത് ഇത് നമ്മുടെ ഫസ്റ്റ് ട്രിപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര നോക്കിക്കണ്ട ട്രിപ്പായിരുന്നു. അത് ഭയങ്കര സക്സസ് ആയിരുന്നു. സ്പെഷ്യൽ താങ്ക് യു ശ്രീരാമേട്ടൻ. കാരണം എല്ലാം നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്ത് നമുക്കൊരു ഡിലേ ഒന്നും വരാതെ കറക്റ്റായിട്ട് എല്ലായിടത്തും എത്തി നമ്മൾ തിരിച്ച് എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയും ഇങ്ങനത്തെ ട്രിപ്പുകൾ നെക്സ്റ്റ് ട്രിപ്പിന് ഉടനെ തന്നെ വിളിക്കുന്നു. ടീച്ചയോട് കൂടെ നിർത്തുന്നു. ശ്രീരാമന് സ്നേഹങ്ങൾ ശ്രീരാമനോട് പറഞ്ഞോ, ബാക്കിയെന്ന് പറഞ്ഞാൽ ട്രിപ്പ് എങ്ങനെയാണെന്ന് മാത്രം മതി. ട്രിപ്പ് വളരെ നല്ല ട്രിപ്പായിരുന്നു. ചില പ്രത്യേക എന്താ പറയുക ക്ലൈമറ്റ് ഇഷ്യൂ കൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ഏരിയാസ് കവർ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ കുട്ടികൾ വളരെ നന്നായി എൻജോയ് ചെയ്തു. പിന്നെ ഒരു ബിഗ് ഫാമിലി 6 ഫാമിലി ഉണ്ടായിരുന്നു ഞങ്ങൾ. അതുകൊണ്ട് ഒരു ഗ്രൂപ്പായിട്ടുള്ള ടൂറായതുകൊണ്ട് വളരെ നല്ലതായിരുന്നു. അടിപൊളി. എന്തായാലും ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആണെന്നാണ് എല്ലാവരും ഷെയർ ചെയ്തത്. വിദ്യ നമ്മുടെ മെയിൻ താരം വിദ്യയുമായി. ഓക്കെ, സോഷ്യൽ മീഡിയയിൽ വളരെ എക്സ്പ്ലോഷർ ഉള്ള നമ്മുടെ സെലിബ്രിറ്റി കൂടിയാണ് വിദ്യയെ നിങ്ങൾക്ക് പലർക്കും ലോകമെമ്പാടുമുള്ള പല ജനങ്ങൾക്ക് അറിയാം. ആ വിദ്യയോട് 2 വാക്ക്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കിഡ്സ് ഒക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇനി ഇതുപോലുള്ള ട്രിപ്പ് അറേഞ്ച് ചെയ്യണമെന്ന്. അടുത്തതായി അടുത്ത സെലിബ്രിറ്റി എന്റെ ഭാര്യ നിനറ്റ്. ആരാധകരോട് 2 വാക്ക്. ഞങ്ങളുടെ ഈ ട്രിപ്പ് വളരെ വിജയകരമായിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. ഒരു 5 ദിവസം എല്ലാവരും നന്നായി എൻജോയ് ചെയ്തു. അതെ, എൻജോയ് ചെയ്തു എല്ലാവരും. പ്രത്യേകിച്ച് കുട്ടികൾ അതിന് നന്നായി എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലത്തെ ട്രിപ്പുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അയ്യോ വാണി ഉറങ്ങ. അടുത്ത് നമ്മുടെ സംഗീത. പറയ സംഗീത. ആരാണ് ആർക്കും വാണി ഉണ്ടോ? വാണി ഉണ്ടോ?
അങ്ങനെ എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത ഒരു ട്രിപ്പ് തന്നെയാണ്. പിന്നെ കുറച്ച് കാലാവസ്ഥയുടെ പ്രശ്നങ്ങൾ മൂലം നമുക്ക് 2-3 സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളൂ. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ 6 ഫാമിലി ഇത്രയും ദിവസം ഒരുമിച്ച് എന്താ പറയുക, പിള്ളേരൊക്കെ നന്നായി എൻജോയ് ചെയ്തിട്ടുണ്ട്. അവർ ഒന്നുകൂടി ക്ലോസ് ആയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ ഏത് സ്ഥലത്തേക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞാലും കറക്റ്റ് ടൈമിൽ എല്ലാവർക്കും എത്താൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരുമിച്ച് എല്ലാവരും വന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വേറെ ഒരു എവിടെയും ഡിലകളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല. വേറെ പറയത്തക്ക മാത്രമുള്ള പ്രശ്നങ്ങളൊന്നും എവിടെയും ഉണ്ടായിട്ടില്ല. എല്ലാവർക്കും നന്നായി എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇതിൻ്റെ മെയിൻ കോർഡിനേറ്റർ എന്ന് പറയുന്നത് ശ്രീരാമേട്ടനും വാണിയൊക്കെയാണ്. ഞങ്ങളൊക്കെ അതിൻ്റെ സപ്പോർട്ടിങ് കമ്മിറ്റികളാണ് ഉള്ളതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അവരാണ് ഇതിനു വേണ്ടി നന്നായി വർക്ക് ചെയ്തിട്ടുള്ളവർ. അപ്പോൾ അവർക്കും പ്രത്യേകം ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞങ്ങളുടെ ഇതുപോലെ കുറച്ചൊരു ബിഗ് ഫാമിലി ആയിട്ട് പോയിട്ടുള്ള ഫസ്റ്റത്തെ ട്രിപ്പായിരുന്നു ജോർജിയ ട്രിപ്പ്. അതും ഇതുപോലെ എല്ലാവരും നന്നായി എൻജോയ് ചെയ്തു. അതിനുശേഷം കുറച്ച് വൈകി ഞങ്ങളുടെ ഈ കസാക്കിസ്ഥാൻ ട്രിപ്പ്. എന്നാൽ അതിലും ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ എയർപോർട്ടിൻ്റെ പാർക്കിങ്ങിലോട്ട് എത്തി. നമ്മളിനി എയർപോർട്ടിലേക്കാണ് നടന്നു പോകുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ കസാക്കിസ്ഥാനോട് വിട പറയാൻ വേണ്ടി എല്ലാവരും മനസ്സുകൊണ്ട് തയ്യാറെടുത്ത് കഴിഞ്ഞു. അപ്പോൾ എന്തായാലും 6 ദിവസം ഞങ്ങൾ അടിച്ചു പൊളിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇതിൽ ഏറ്റവും കൂടുതൽ ഞങ്ങളെക്കാട്ടൊക്കെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ളത് നമ്മുടെ മക്കൾ തന്നെയാണ്. അവരാണ് നന്നായി എൻജോയ് ചെയ്തിട്ടുള്ളതെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ അബുദാബിയിൽ ഉണ്ടെങ്കിൽ തന്നെയും നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ നിൽക്കാനോ അല്ലെങ്കിൽ ഒരുമിച്ച് കമ്പനി കൂടി എപ്പോഴും പോകാനൊന്നും എപ്പോഴും സാധിച്ചൊന്നും വരില്ല. കാരണം നമുക്ക് സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ അതൊന്നുമില്ല. 5 ദിവസം ഫ്രീ ആയിട്ട് വിട്ട പോലെയാണ് അവരും നടന്നിരുന്നത്. അടിപൊളിയായിരുന്നു അപ്പോൾ ഞങ്ങൾ ഈ ട്രിപ്പ്. അപ്പോൾ നിങ്ങൾക്കും ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും കസാക്കിസ്ഥാനിലോട്ട് വരാൻ ഇന്ത്യൻകാർക്ക് പ്രത്യേകിച്ച് വിസയുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ എപ്പോഴെങ്കിലും സമ്മറിലാണെങ്കിൽ സമ്മർ ടൈമിൽ അല്ലെങ്കിൽ സ്നോ ടൈമിലാണെങ്കിൽ സ്നോ ടൈമിൽ അങ്ങനെയൊക്കെ വരാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. 2 രീതിയിൽ നമുക്ക് ഇവിടുത്തെ ഈ കസാക്കിസ്ഥാൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റും. പിന്നെ ഇത്രയുമൊക്കെ ഒരു പലവരും എന്താ പറയുക, ഒറ്റയ്ക്കൊരു ഫാമിലി ട്രിപ്പായിട്ട് പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ കുറേ കൂട്ടത്തോടെ പോകുന്നവരുണ്ട്. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെല്ലാവരും ഒരു 6 ഫാമിലി എന്ന് പറയുമ്പോൾ അത്യാവശ്യം ആൾക്കാർ തന്നെയുണ്ട്. അപ്പോൾ അവരൊക്കെ ആയിട്ട് ഒരുമിച്ച് പോകുമ്പോൾ ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒറ്റയ്ക്കൊരു ഫാമിലി പോകുന്നതാണോ അതോ ഇങ്ങനെ കുറച്ച് കൂട്ടത്തോടെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് പോകുന്നതാണോ നല്ലത് എന്നുള്ള നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങളിത് വളരെയധികം ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഫ്ലൈറ്റ് കയറാൻ പോവാണ്. അപ്പോൾ നമ്മൾ കസാക്കിസ്ഥാനോട് ഇനി വിട പറയുകയാണ്. ഇനി നമ്മൾ നേരെ അബുദാബിയിലോട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്ലൈറ്റും കയറി എല്ലാവരും സെറ്റായി സീറ്റും കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് ഇരിക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ കസാക്കിസ്ഥാൻ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആരും മറക്കരുത് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക്